പേര് ഷീജ. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് മാതാവിൻ്റെ ഈ അൾത്താരയിൽ നിൽക്കാൻ എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ 2022 ഫെബ്രുവരി മാസം ഞാൻ കൃപാസനത്തിൽ വരികയുണ്ടായി. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ വന്നിട്ട് ഇവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ വന്നു. അപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് വലിയ ധാരണയില്ല. ഞാൻ ഈ ഫ്രണ്ടിലിരുന്ന് ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേട്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങളും ഉടമ്പടിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും പറഞ്ഞു. ഞാനിവിടുന്ന് ഒരു തീരുമാനം എടുത്തു. എന്തായാലും അടുത്ത തവണ വന്ന് ഞാൻ അമ്മയുടെ അടുക്കൽ വന്ന് ഉടമ്പടി എടുത്തിട്ടേ പോകുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ 2022 ജൂലൈ മാസം 16-ാം തീയതി ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ പ്രത്യേക സാഹചര്യം, ഞാൻ ഒരു പ്രീ പ്രൈമറി ടീച്ചറാണ്. ഞങ്ങൾക്ക് ദിവസവേതനമാണ് ലഭിക്കുന്നത്. എനിക്ക് 2 മക്കളും ഭർത്താവും അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് എൻ്റേത്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്നതാണ്. അപ്പോൾ സർക്കാർ ഞങ്ങളെ ജോലിയെ അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് PT ആണ് ഞങ്ങൾക്ക് പൈസ ശമ്പളമായിട്ട് തരുന്നത്. അതുകൊണ്ടൊന്നും എൻ്റെ കുടുംബം പുലർന്നു പോകാനുള്ള സാമ്പത്തികം ഇല്ല. അപ്പോൾ ഞാൻ വിദേശത്തേക്ക് പോകുന്നതിനായിട്ട് ഏജൻസിയിൽ 2 തവണ പരാജയപ്പെട്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ 3-ാമത്തെ തവണ ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ഏജൻസിയിൽ പൈസ കൊടുക്കാനും മറ്റും മുതിർന്ന്. 2 തവണ പലതവണ എൻ്റെ പൈസകൾ ഏജൻസിയിൽ നിന്ന് നഷ്ടമായി. അവരോടൊന്നും നമുക്ക് ഒത്തിരി പറഞ്ഞ് നേടാനുള്ള ശേഷിയൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ മെയ് 31-ാം തീയതി എനിക്ക് വീണ്ടും യൂറോപ്പിന് പോകാനായിട്ട് വിസിറ്റിംഗ് വിസ പോകാനായിട്ട് എനിക്കൊരു ഓഫർ വരികയും അപ്പോയിൻമെൻറ്റ് 31-ാം തീയതിയാണ്. അപ്പം ഞാൻ 25-ാം തീയതി വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് അച്ഛൻ എനിക്കൊരു ലോക്കറ്റ് തന്നു. അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥനയോടെ അപ്പോയിൻമെൻറ്റ് സമയത്ത് ഈ ലോക്കറ്റുമായിട്ട് മോള് കയറണം, മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോയി 31-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ VFS ചെന്നു. VFS ചെന്നപ്പം എൻ്റെ സമയം നല്ലതായിട്ടാണോ അല്ലയോ, എനിക്ക് ഒപ്പിടേണ്ട പേപ്പർ പോലും ഏജൻസിക്കാർ കൊണ്ടു തന്നില്ല. ഞാനപ്പോൾ എൻ്റെ മാതാവിനെ വിളിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കയറിപ്പോകാനുള്ള വഴി പോലും അറിയത്തില്ല, അപ്പോൾ നീ എന്നെ സഹായിക്കണം, മാതാവ് എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, നിങ്ങളുടെ കൈ തന്ന പേപ്പർ എനിക്ക് തരിക, ഞാൻ കയറിപ്പോക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ VFSനകത്ത് കയറി. എല്ലാവരെയും VFS ഓരോരുത്തരെ വന്ന് വിളിച്ച് അവരെ പേപ്പർ ഒപ്പിടിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്തേക്ക് VFSലെ ഉദ്യോഗസ്ഥർ വന്ന് ഞാൻ ഇരിക്കുന്ന സീറ്റേൽ വന്നിരുന്ന് എനിക്ക് എൻ്റെ പേപ്പർ ഒപ്പിടേണ്ടതൊക്കെ തന്നു. അവിടുത്തെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞ് തിരിച്ചിറങ്ങി. 10 ദിവസം ആകുമ്പോൾ തന്നെ റിസൾട്ട് വരുമെന്ന് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. 9 ദിവസമായി, 10-ാമത്തെ ദിവസമായി. ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദൈവാനുഗ്രഹമുള്ള കുടുംബത്തിലാണ് ഞാൻ പോയി, അവർ പ്രാർത്ഥനയൊക്കെ ഉള്ള കുടുംബത്തിലാണ് ഞാൻ ട്യൂഷൻ എടുക്കാനായിട്ട് പോയിരുന്നത്. അപ്പം ട്യൂഷൻ നടന്നുകൊണ്ടിരുന്നപ്പം 4:30 മണിയായി. അപ്പം ഞാൻ വൈകിട്ട് 4:30 മണിയായി. അപ്പം ഞാൻ എൻ്റെ ട്യൂഷൻ എടുക്കുന്ന കൊച്ചിനോട് പറഞ്ഞു, മോനെ ടീച്ചറിന് ഇതുവരെ ഒന്നും വന്നിട്ടില്ലല്ലോ, എന്താ അങ്ങനെ വരാതെ? അപ്പോൾ കൊച്ചു പറഞ്ഞു, സാരമില്ല ടീച്ചറെ, എന്നെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എഴുതാൻ തന്നിട്ട് ടീച്ചർ ഇരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, നന്മ നിറഞ്ഞ മറിയം ചൊല്ലി, സ്വർഗസ്വനായ പിതാവേയും ചൊല്ലിക്കൊണ്ടിരുന്നു. മാതാവിനോട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇന്ന് 5 മണിക്കകം മാതാവേ നീ ഒരു മറുപടി, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എനിക്ക് ഒരു മറുപടി തരണം. ഞാൻ അപ്പോയിൻമെൻറ്റിന് പോയപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചത്, ഈ വഴി എനിക്ക് നല്ലതാണെങ്കിൽ മാത്രമേ മാതാവേ നീ എനിക്ക് ഇത് തരാവുള്ളൂ, അല്ല എന്നൊരു നീ അത് മാറ്റിക്കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ 4:55 ആയപ്പം എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊച്ചു പറഞ്ഞു, ടീച്ചറെ മെസ്സേജ് വന്ന
ശബ്ദം കേട്ടല്ലോ, നോക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ വേഗം എടുത്ത് നോക്കിയപ്പം എൻ്റെ പാസ്പോർട്ട് പാഴ്സൽ സർവീസിൽ വന്നതായിട്ട് കണ്ടു. അപ്പോൾ ചെന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അത് കളക്ട് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലൂടെ ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടാണ്, ഫോണിൽ കേട്ടോണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കേൾക്കുമ്പോഴുള്ള വചനങ്ങളൊക്കെ, നീ എന്ത് കേട്ടാലും നീ തകരാതിരിക്കണം, എന്തിനേയും അതിജീവിക്കാൻ നിനക്ക് ശക്തി തരണം, നീ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഓർത്തു, എന്തായിരിക്കും? ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ആ പാസ്പോർട്ടിലൊരു നെഗറ്റീവ് ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഞാൻ പാഴ്സൽ സർവീസിൽ ചെന്നപ്പോൾ അവർ ആ പാഴ്സൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി റിജക്ഷൻ പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഒരു തരത്തിൽ ഞാൻ തിരിച്ച് എൻ്റെ സ്കൂളിലെത്തി. ഞാൻ ആരോടും മിണ്ടിയില്ല, എനിക്ക് റിജക്ഷൻ ആണെന്നൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വൈകുന്നേരം ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ നേരത്തെ മാതാവിനോട് പറഞ്ഞു, ഇനി ഒരു കാരണവശാലും ഞാൻ മാതാവെ നിന്നെ ആശ്രയിക്കില്ല. നീ എനിക്ക് 2 വർഷവും നീ 2 പ്രാവശ്യം നീ റിജക്ഷൻ തന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഇനി എന്തായാലും തിരി കത്തിക്കുന്നില്ല. പക്ഷേ ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അറിയാതെ എൻ്റെ കൈ തിരി കത്തിക്കാനായിട്ട് പോയി. തിരി കത്തിച്ച് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ബൈബിള് വായിക്കും, എന്താണ് വായിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു പേജ് എടുക്കും. പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബൈബിൾ എടുത്തിട്ട് വായിക്കും. ആദ്യം ഒരു 10 മിനിറ്റ് വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു എവിടെ തുടങ്ങിയോ അത് ഒരു പേജ് അല്ലെങ്കിൽ ഒരു 1.5 പേജ് ഞാൻ വായിച്ചിട്ട് അങ്ങ് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കിടന്നു. പിറ്റേ ദിവസം വെളുപ്പിനേറ്റു 5:30 ആയപ്പോൾ പ്രാർത്ഥന ചൊല്ലണം. ഞാൻ മടി പിടിച്ച് കിടന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ വരുവാണ്, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുകയല്ലാത്ത മാതാവാണ് നിൻ്റെ കൂടെയുള്ളത്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ. വീണ്ടും ഞാൻ ശക്തമായിട്ട് അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എവിടെയോ ഫാൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ പത്രവിതരണം നടത്തുമായിരുന്നു. പത്രവിതരണം പുറത്തൊന്നും പോയി നടത്താനുള്ള സാഹചര്യം എനിക്കില്ല. രാവിലെ 9 മണിയാവുമ്പോൾ സ്കൂളിൽ പോയാൽ വൈകിട്ട് 5 മണിയാകുമ്പം വരും. പിന്നെ ട്യൂഷന് പോയി രാത്രിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഈ സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടികളെ, അവർ സാധാരണ BRCയിലാണ് കൊണ്ടുവിടാറ്. അപ്പം ഞാൻ അവരുടെ പേരൻസിനോട് പറഞ്ഞു, നാളെ തൊട്ട് നിങ്ങൾ എൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവിട്ടോ, ഞാൻ നോക്കിക്കോളാം. അതായത് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ പിള്ളേർ പ്രീ പ്രൈമറി തൊട്ടുണ്ട്. പക്ഷേ 4ാം ക്ലാസ്സിലെ പിള്ളേരെ പോലും കൈ കൊണ്ട് ഭക്ഷണം വാരി കഴിക്കാൻ പോലും പറ്റാത്ത കുഞ്ഞുങ്ങളെ 4-5 പേരെ അടുത്ത് വെച്ച് ഞാൻ വാരി ഭക്ഷണം കൊടുത്ത് അവരെ ശുശ്രൂഷ ചെയ്ത്, അപ്പം ഞാൻ എനിക്ക് ചില പുണ്യകാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പത്രം ഞാൻ പേരൻസിനോട് ചോദിക്കും, ഞാനിങ്ങനെ കൃപാസനത്തിലെ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് പത്രമുണ്ടോ, ഞാൻ കുഞ്ഞുങ്ങളുടെ കൊടുത്തു വിടട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർ സന്തോഷപൂർവ്വം, ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല തരണ്ടെന്ന്. ഞാൻ കുഞ്ഞുങ്ങളുടെ കൈ കൊടുത്തു വിട്ടു. കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു, വൈകിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 10 വാക്ക് നാളെ വരുമ്പോൾ ടീച്ചറിനെ വട്ടമിട്ട്, പെൻസിലിന് വട്ടമിട്ട് കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. മിക്കവാറും പിള്ളേർ അത് ചെയ്യാറുണ്ട്. ഞാൻ എന്തായാലും ഒരു 3-4 മാസം കഴിഞ്ഞു. കഴിഞ്ഞ മാസം ഈ മാസം തന്നെ ഒരു 7-ാം തീയതി ആയപ്പം വീണ്ടും ഞാൻ പുറത്തേക്ക് പോകാനുള്ള പേപ്പറുകൾ റെഡിയാക്കിയപ്പോൾ ഞാൻ 13-ാം തീയതി 12-ാം തീയതി ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ 5-ാം തീയതിയാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഇത്തവണയെങ്കിലും നീ എന്നെ കരകയറ്റി വിടണം, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വഴി കാണിച്ചു കൊടുക്കണേ, ഞാനേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞു. 13-ാം തീയതി 12-ാം തീയതി ഞാൻ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന കൂടി. ആ വിശുദ്ധ കുർബാന കൂടുന്ന സമയത്ത് എൻ്റെ പുറത്ത് ഒരു ചെറിയ കുരു പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം ഡോക്ടർ പറഞ്ഞു, ഇത് സർജറി ചെയ്ത് മാറ്റിക്കളയണം, പുറമായതുകൊണ്ട് തയ്ച്ച് കഴിഞ്ഞാൽ തുന്നലൊക്കെ വന്നാൽ പിന്നെ വിട്ടുപോകാൻ പാടാ, അപ്പോൾ തിരി വെക്കണമെന്ന്. അപ്പോൾ ഞാൻ 12-ാം തീയതി വരാനുള്ള കാരണം അങ്ങനെയാണ്. ഞാനിവിടെ വന്നിരുന്നു വിശുദ്ധ കുർബാന കൂടിക്കൊണ്ടിരുന്ന സമയത്ത്
ഞാൻ മാതാവിൻ്റെ തേന് തൈലവും കൂടി പുറത്ത് പുരട്ടിയിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. പ്ലാസ്റ്റർ ഒട്ടിച്ചാണ് ഞാൻ പോകുന്നത്. ഇവിടെ വന്നിരുന്ന് വിശുദ്ധ കുർബാനയുടെ സമയത്ത് എൻ്റെ പുറത്തുനിന്ന് ആ കുരു പൊട്ടി ചലവും ചോരയായിട്ട് വെളിയിൽ വന്ന് ആ പഞ്ഞിയിലിരുന്നു. അത് പുറത്ത് തണുപ്പ് വന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്നു. 13-ാം തീയതി രാവിലെ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എനിക്ക് ഖത്തറിൽ നിന്നുള്ള കമ്പനി വിസ തന്നെ അലൗഡ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് മാതാവ് എന്നെ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇളയാൾ പഠിക്കാൻ ഇച്ചിരി മോശമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത ഫസ്റ്റ് മാസത്തിൽ തന്നെ അവൾ റിസൾട്ട് വന്നപ്പം അവൾക്ക് മാർക്ക് കുറവായതിൻ്റെ പേരിൽ 25 കിലോമീറ്റർ അപ്പുറയാണ് അവൾക്ക് പഠിക്കാനായിട്ട് കിട്ടിയത്. പെൺകുഞ്ഞായതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും പോയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും വഴിയിൽ നോക്കി നിന്ന് എൻ്റെ കൊച്ചു വരുന്നതിന് സമാധാനമുള്ളൂ. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, നീ എൻ്റെ കുഞ്ഞിനെ ഇത്രയും ദൂരെ വിട്ടിട്ട് എനിക്കൊരു മനപ്രയാസം തരില്ല. വൈകുന്നേരം തിരികെ എത്തിക്കേണ്ട സമയത്ത് ഞാൻ വഴിയിലാണ്. അപ്പോൾ ഒരു 15 ദിവസത്തിനകം എൻ്റെ വീടിൻ്റെ 5 കിലോമീറ്റർ അപ്പുറത്ത് റോഡിൽ നിന്ന് ഒരു ചാല് പോലും വെക്കണ്ട, അവിടെ തന്നെ എൻ്റെ കൊച്ചിന് സയൻസിന് വിഷയത്തിന് തന്നെ അഡ്മിഷൻ കിട്ടി. അതുപോലെ തന്നെ എൻ്റെ മോന് BBA ഏവിയേഷൻ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അവന് ഫീസ് കൊറോണ കാലത്ത് കുറേ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് 70,000 രൂപയും കൂടെ ഫീസ് കൊടുത്താലേ അവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ച് പത്രവിതരണം നടത്തി. അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന ആളുകളോടൊക്കെ ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞു, മാതാവിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ഞാൻ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൊച്ചിനോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, നീ വന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞു. വെറും 40,000 രൂപ കൊടുത്ത് അവർ സെറ്റിൽമെൻ്റ് ആക്കി. അവർ എൻ്റെ കൊച്ചിന് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഡിഗ്രി പാസ്സായി. മാതാവ് പഠിച്ച വിഷയത്തിൽ തന്നെ അവന് ഇന്ന് 3 ദിവസമായുള്ളൂ. അവൻ എയർപോർട്ടിൽ ജോലിക്ക് കയറി ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവൻ മാത്രമേ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ മാതാവിൻ്റെ കാശ് രൂപം ഞാൻ കൊടുത്തു വിട്ടു. കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, നീ മാതാവിന് നിനക്ക് ജോലി കിട്ടിയാണെങ്കിൽ നീ മാതാവിൻ്റെ സന്നിധിയിൽ വന്നോളാമെന്ന് നീ പറഞ്ഞിട്ട് നീ പൊക്കോ, നിനക്ക് ധൈര്യമായിട്ട് കിട്ടുമെന്ന്. എൻ്റെ കൊച്ചിന് ജോലി കിട്ടി. അപ്പോൾ അവധി കിട്ടാത്തതിൻ്റെ പേരിലാണ് അവനിവിടെ വരും. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ വരും. ഈ 28-ാം തീയതി എനിക്ക് വിദേശത്തേക്കുള്ള വിസ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് രോഗികളായിട്ട് കിടക്കുന്ന ആളുകൾക്ക് ഞാൻ തൈലം പൂശി നന്മ നിറഞ്ഞ മറിയം ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാർ ഞാൻ തന്നെ അവരുടെ ചിലവ് മുടക്കി പലതവണ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ച് അവർക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് പിന്നെ ഇപ്പോൾ സമയം പോയതിൻ്റെ പേരിൽ കോടാനുകോടി അനുഗ്രഹങ്ങൾ, അതായത് ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ, ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങൾ ഒക്കെ. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനൊരു 6:30 മണിയോട് കൂടിയൊക്കെ നേരത്തെ എണീക്കുള്ളായിരുന്നു. ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തേ പിന്നെ 5:30 എന്നുള്ള സമയം ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. എണീക്കാനൊക്കെ എനിക്ക് നല്ല മടിയായിരുന്നു. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 5:30 മണിക്ക് 4 മണിക്ക് തന്നെ ഞാൻ ആദ്യമൊക്കെ അലാറം വെക്കുമായിരുന്നു. പിന്നീട് ഞാൻ അലാറം വെക്കാതെ തന്നെ എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. ഞാൻ ആ ഏക്കുന്ന സമയമാണ് ആ പൂച്ച ഏക്കുന്നത്. ആ പൂച്ച ഒരു 3:30-4 മണി തൊട്ട് എൻ്റെ തലയ്ക്കൽ വന്ന് നിന്ന് കരയാൻ തുടങ്ങും. എൻ്റെ അലാറം മാറ്റി ആ പൂച്ചയാണ് എന്നെ ഉണർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ആരും വിളിക്കാതെ തന്നെ 5:30 ചെല്ലുന്ന പ്രാർത്ഥനയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനൊരു ഹിന്ദു ആയതിൻ്റെ പേരിൽ ഹസ്ബൻഡ് പറഞ്ഞു, നീ പള്ളിയിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, അമ്പലത്തിലും കൂടെ വിശ്വസിക്കണം. പുള്ളി കുറച്ചും കൂടി ഒരു ഇതായിട്ടുള്ള ആളാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളില്ല. അപ്പം ഞാൻ മാതാവിനോട് ഈ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭർത്താവിനെ കൂടെ എൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനും, ഞാൻ തിരി കത്തിക്കണ സമയത്ത് തിരി കത്തിച്ചിട്ട് വന്ന് ഞാൻ പോയി നിലവിളക്കും കത്തിക്കും. ഭർത്താവ് ചോദിക്കും, നീ എന്തിനാ ഏറ്റേ? അപ്പം ഞാൻ പറയും, ഞാൻ വിളക്ക് വെക്കാൻ ഏറ്റതെന്ന്. ഇപ്പം പിന്നെ ഭർത്താവിന് മനസ്സിലായി ഞാൻ തിരിയും കത്തിക്കുന്നുണ്ട്, വിളക്കം കത്തിക്കണം. എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ കുഞ്ഞുങ്ങളും പങ്കെടുക്കാറുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന്
ഞാൻ കുറേ കാര്യങ്ങൾ, ഈ ഒരു വർഷമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ വീട്ടിലെ അത്ഭുതങ്ങൾ, തിരി കത്തിക്കണ സമയത്ത്, രാവിലെ വെളുപ്പിനെഴുന്നേറ്റ് തിരി കത്തിക്കണ സമയത്ത് മാതാവ് എനിക്ക് തിരിയിൽ പ്രകാശ രൂപത്തിൽ മാതാവിനെ എന്നെ കാണിക്കുകയും ഞാനത് വീഡിയോ എടുത്ത് എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു. മാതാവ് എന്നെ എപ്പോഴും, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പലതവണ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഹാഷായിട്ട് സംസാരിക്കണ ആളായിരുന്നു. പിള്ളേരോടൊക്കെ ആണേലും വീട്ടിൽ പിള്ളേരോടൊക്കെ ഇച്ചിരി ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുള്ളൂ. പക്ഷേ എൻ്റെ സംസാരത്തിന് തന്നെ എനിക്ക് വന്ന മാറ്റം എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് എനിക്കറിയാൻ പറ്റി. പിന്നെ എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ, ഞാൻ ഇന്ന് വരെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെന്ന് നമുക്കത് പറയാൻ പാടില്ല. എങ്കിൽ പോലും അവർക്കൊക്കെ ഞാൻ ഒത്തിരി അനുഗ്രഹമായിട്ട് അവരുടെ പേരൻസ് ആണെങ്കിലും എന്നെ വന്ന് ഒത്തിരി നന്ദി പറയാറുണ്ട്. അപ്പം മാതാവിൻ്റെ പത്രം കൊടുത്ത് ഞാൻ അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. വായിക്കാൻ അറിയാൻ മേലാത്ത ആളുകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഉച്ച സമയത്ത് ഇരുന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കും. വൈകുന്നേരം യൂട്യൂബിൽ പരിപാടി കാണും, അച്ഛൻ്റെ ടോക്ക് കേൾക്കും. എല്ലാ വെള്ളിയാഴ്ചയും അവിടെ അരുവിത്തറ എന്ന് പറയുന്ന പള്ളിയുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും. പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കുർബാന കാണും. രാവിലത്തെ അത്യാവശ്യം ജോലികളൊക്കെ തീർത്ത് രാവിലെ തന്നെ പോയി കുർബാന കാണും. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നും ഞാൻ ഏത് രാജ്യത്താണെങ്കിലും ഞാൻ ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ മാതാവ് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ മാതാവിനും തിരുക്കുമാരനും കടപ്പെട്ടിരിക്കും. നന്ദി.